എന്നാണല്ലോ. പക്ഷെ മോദിയുടെ വാതിൽ പലതവണ മുട്ടിയിട്ടും ശശി തരൂരിന് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടു. എന്തിനും ഏതിനും മോദി സ്തുതി പാടുന്ന ശശി തരൂർ BJP-യിലേക്ക് പോകുമെന്ന് ഒരു വേള കോൺഗ്രസ് നേതാക്കൾ പോലും കരുതിയിടത്തുനിന്നാണ് സോണിയാഗാന്ധി ഒരു മാസ്റ്റർ പ്ലാൻ ഇറക്കിയത്. BJP-യിലേക്ക് പോകാനുള്ള എല്ലാ വഴികളും അടഞ്ഞപ്പോൾ തരൂർ ഇനി എങ്ങോട്ട് എന്ന ചോദ്യം ഉയർന്നതിനിടയിലാണ് സോണിയാഗാന്ധി ഒരു താക്കീതിന്റെ രൂപത്തിൽ ഈ നീക്കം നടത്തുന്നത്. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം എന്ന് പറഞ്ഞതുപോലെ പല വാതിലുകൾ മുട്ടിയ ശശി തരൂർ ഒടുവിൽ കോൺഗ്രസ് ചട്ടിയിൽ തന്നെ വീഴുകയാണ്. ശശി തരൂർ എന്ന അധ്യായം അവസാനിച്ചു എന്ന് വിധി എഴുതിയവർക്ക് മുന്നിലേക്കാണ് കോൺഗ്രസ് ഈ നിർണായക നീക്കം നടത്തിയിരിക്കുന്നത്. പാർലമെന്റിലെ സുപ്രധാനമായ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായ ശശി തരൂർ തുടരും എന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കി കഴിഞ്ഞു. തരൂരിനെ ഈ പദവിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പാർട്ടിയിൽ ചിലർ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ആവശ്യങ്ങളെല്ലാം ഹൈക്കമാൻഡ് തള്ളിക്കളഞ്ഞു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ എന്ന നിലയിൽ സോണിയാഗാന്ധി തന്നെയാണ് സ്പീക്കർക്ക് ഈ കത്ത് നൽകിയത്. ഈ പദവിയിൽ ദിഗ്വിജയ് സിംഗ്, ചരൺജിത് സിംഗ് ചന്നി തുടങ്ങിയ മറ്റ് നേതാക്കളെയും നിലനിർത്തിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങളിൽ തരൂരിന് കോൺഗ്രസ് നേതൃത്വം ശക്തമായ താക്കീത് നൽകിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ഫുൾ മാർക്ക് നൽകിയ തരൂർ മോദി നടത്തിയ അഭിസംബോധനയെ മോദി അനുകൂല പ്രസ്താവനകളുടെ പേരിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും തരൂരിനെ കോൺഗ്രസ് പങ്കെടുപ്പിച്ചില്ല എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. പാർട്ടിയെ നിരന്തരം പ്രതിരോധത്തിലാക്കുന്ന തരൂർ ലക്ഷ്മണ രേഖ കടന്നു എന്നുവരെ കോൺഗ്രസിലെ ചില നേതാക്കൾ വിമർശനം ഉയർത്തിയിരുന്നു. പാർട്ടി നേതൃത്വവുമായി അകന്നുവെന്ന അദ്ദേഹം AICC തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതോടെയാണ് കോൺഗ്രസിൽ ഒറ്റപ്പെട്ടത്. പാർലമെന്റിൽ ഉപനേതാവ് സ്ഥാനം അടക്കം ആഗ്രഹിച്ചിട്ടും പാർട്ടി പരിഗണിക്കാൻ തയ്യാറായില്ല. എന്നാൽ ഇതെല്ലാം ഇപ്പോൾ പഴങ്കഥകളാവാൻ പോവുകയാണ്. കേരളത്തിലടക്കം നിർണായകമായ ഇടപെടലുകൾ നടത്താൻ തരൂരിന് ഇനി അവസരം ലഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന ശക്തമായ സന്ദേശമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം നൽകുന്നത്. ഇതിന്റെ തെളിവായി നീണ്ട ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ശശി തരൂർ സംസ്ഥാനത്ത് കോൺഗ്രസ് വേദിയിലെത്തിയിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് സംഭവിച്ചത്. പിണറായി സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച കുറ്റപത്ര സമർപ്പണ ചടങ്ങിലാണ് തരൂർ പങ്കെടുത്തത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾക്കൊപ്പമാണ് തരൂർ വേദി പങ്കിട്ടത്. തരൂർ വീണ്ടും കോൺഗ്രസ് പാളയത്തിൽ എത്തിയിട്ടും NSS ചടങ്ങിലെ കടുപ്പമേറിയ നിലപാടുകളിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഡൽഹിയിലെ NSS സംഘടിപ്പിച്ച വിജയദശമി പരിപാടിയിൽ പങ്കെടുത്ത അദ്ദേഹം രാഷ്ട്രം മുഖ്യം എന്ന പ്രസ്താവന ആവർത്തിച്ചു. രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്നതാണ് തന്റെ നിലപാടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, പലിശ പോലും നൽകാനാവാതെ കടം വാങ്ങൽ തുടരുന്ന സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പിനെ അദ്ദേഹം പരസ്യമായി വിമർശിക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിക്കാൻ എല്ലാവരും ഒരുമിക്കണമെന്നും NSSന്റെ താൽപര്യങ്ങൾ കൂടി നേടിയെടുക്കാൻ കഴിയുന്ന തരൂരിനെ സജീവമാക്കണമെന്നുമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം. വിമർശനങ്ങളെയും അകൽച്ചകളെയും മറികടന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ശശി തരൂർ എന്ന ആയുധത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് വീണ്ടും പുറത്തെടുക്കുകയാണ്.